നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് വ്യൂവിലേക്ക് പോവാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ വ്യൂവിലേക്ക് പോകാം. ഇവിടെ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് തന്നെ 24,849 മാർക്കറ്റ് നിലവിൽ ക്ലോസ് ചെയ്ത് നിൽക്കുന്നു. ഒരു ഹൈ ലെവലിലേക്ക്, നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലെവലിലേക്ക് തന്നെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. നമ്മൾ 24,570 കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഏറ്റവും താഴ്ത്തുന്ന ഒരു കണ്ടിന്യൂഷൻ മൂവാണ് മാർക്കറ്റ് മുകളിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നേ പറ്റൂ എന്ന് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ അത് പഠിക്കുന്നവർക്കൊക്കെ കൂടുതലായിട്ട് അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് മാർക്കറ്റ് വരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ട് അതിൽ അടിയുറച്ച് വിശ്വസിച്ചു. ഒന്നാമത്തെ കേസ്, നമ്മൾ മെയിനായിട്ട് RSI നോക്കാറുണ്ട്. RSIയിൽ 4 മണിക്കൂറിൻ്റെ 1 മണിക്കൂറിൻ്റെ 1 മണിക്കൂറും 2 മണിക്കൂറും 1 മണിക്കൂറിൻ്റെയിലും RSI ക്രോസ് ഓവറാണ്. അത് കുറച്ചും കൂടെ നമ്മൾ പല ടൈം ഫ്രെയിമിലേക്ക് മാറ്റി മാറ്റി നോക്കാറുണ്ട് കണ്ടോ. കാരണം ഇത് 2 മണിക്കൂറിൽ RSI. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈം ഫ്രെയിമാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്. ഇവിടെ നിന്നൊക്കെയുള്ള 2 മണിക്കൂറിൻ്റെ ക്രോസ് ഓവർ, അതാകുമ്പോൾ 2 മണിക്കൂർ നമ്മൾ ഇടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഫാൾസ് ബ്രേക്കൗട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗ്യാപ്പ് ഡൗൺ ഒക്കെ നമുക്ക് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹൈ ടൈം ഫ്രെയിമിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ നിലവിലെ മാർക്കറ്റ് അപ്പർ സൈഡ് തന്നെയാണ് 2 മണിക്കൂറിലും മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ 2 മണിക്കൂറിൽ നമ്മളൊരു ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട് എടുത്താലും ഒരു ഡംപ് വന്നിട്ടൊക്കെയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ. അപ്പോൾ അതേപോലുള്ള ലോസൊക്കെ നമുക്ക് താങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ലോസ് വരില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം എന്താ, ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഈ ക്രോസ് ഓവറിന് ശേഷം വീണ്ടും ഒരു റീക്രോസ് ഓവർ താഴത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നമുക്ക് താങ്ങാവുന്ന ലോസൊക്കെ മെജോറിറ്റി വരാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. ഈ ഒരു ഏരിയ നമ്മൾ പ്രതീക്ഷിച്ച ഏരിയ തന്നെയാണ്. ആ ഒരു ഭാഗത്തേക്കാണ് മാർക്കറ്റ് ഡെഫിനറ്റ്ലി വന്നത് തന്നെ. നമ്മൾ ആദ്യം പ്രതീക്ഷിച്ച ഏരിയ 24,570. കഴിഞ്ഞ 3 ദിവസത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, കീപ്പ് ഇൻ മൈൻഡ് 24,570. എന്തായാലും മാർക്കറ്റ് അങ്ങോട്ട് വന്നേ പറ്റുള്ളൂ എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിവേ അതവിടെ നിൽക്കട്ടെ, നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഇനി എന്താണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തു. നെക്സ്റ്റ് ആ 3.5 ക്യാൻഡിൽ മാർക്കറ്റ് 3.25 ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു ഈവനിങ് സ്റ്റാർ ആയിട്ട് ഫോം ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിപ്പോയേനെ. അപ്പോൾ അത് ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മെജോറിറ്റി ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ സോൺ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നിരവധി വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതൊക്കെ നിങ്ങൾ മൊത്തത്തിൽ വെരിഫൈ ചെയ്താൽ ഈ ഒരു ചാർട്ടിൻ്റെ അക്യുറസി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും നിങ്ങളൊന്ന് മൊത്തത്തിലൊന്ന് ഫോളോ ചെയ്ത് എൻ്റെ രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷം മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞ് ചാടി കയറി വിളിക്കേണ്ട കാര്യങ്ങളില്ല. നിങ്ങൾ മൊത്തത്തിൽ തന്നെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് നമുക്ക് നിഫ്റ്റിയിൽ മാത്രമല്ല, F&O സെക്ഷനിൽ ഫോറക്സ്, കൊമോഡിറ്റി, ക്രിപ്റ്റോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി, എക്സിറ്റൊക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, എൻ്റേതായിട്ടുള്ളൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ യൂട്യൂബൊക്കെ ഒന്ന് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു 24,849 മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി ഒരു അപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ 24,887. നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലെവലാണ് 25,000 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെവല്. അതായത് മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് ഈ ഒരു ലെവലിൽ വെച്ചിട്ടാണ്
അപ്പോൾ നമ്മളന്ന് പറഞ്ഞത് രണ്ട് ലൈൻ നമ്മൾ ഒരു 1000 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് മാർക്കറ്റിൻ്റെ മെയിനായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉള്ളതെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 24ൻ്റെ ആ ഭാഗത്തിന് മാർക്കറ്റ് താഴത്തോട്ട് പോയിട്ടുണ്ട്. ഈ ഒരു ഭാഗം, അതായത് 24,000-നും 25,000 ഈ ഒരു ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് മെജോറിറ്റി വരാനുള്ളതെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വളരെ സിമ്പിളാണ് ഇത്. ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വളരെ നല്ല രീതിയിൽ പി ഇ സെല്ല് ചെയ്തിട്ടുണ്ട്, ഇവിടെ നല്ല രീതിയിൽ സിയും സെല്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇൻബിറ്റ്വീൻ ഫേസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ബാക്കി അത് 25,000-ലേക്കാണോ അതോ മാർക്കറ്റ് 24,000-ലേക്കാണോ പോണേന്ന് അറിയാനായിട്ടാണ് ഞാൻ അഡീഷണൽ ആയിട്ട് ഇൻഡിക്കേറ്ററും സപ്പോർട്ടും റെസിസ്റ്റൻസൊക്കെ യൂസ് ചെയ്യുന്നത്. കാണുന്നവർക്ക് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം, പക്ഷേ ഏതൊരു കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അതിനെപ്പറ്റി അറിയാനോ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ അത് കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഡ്രീം പ്രൊജക്റ്റ് എന്നും നമ്മൾ 1 വീക്കായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും 25,000 തന്നെയാണ്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ പല വീഡിയോയിലും വരച്ച് വെച്ചിട്ടൊക്കെ ഉള്ളതാണ്. അത് പിന്നെ ഡിലീറ്റാക്കി കളഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്താൽ നമ്മളിപ്പോൾ നിലവിൽ വരച്ച് വെച്ചിരിക്കുന്നത് 24,887 അപ്പോൾ ആ 24,887 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 25,000-ലേക്കായിരിക്കും നമ്മുടെ ആ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ ഇവിടെ 50 മിനിറ്റ്സിലൊരു കറക്ഷൻ വന്നിട്ടുണ്ട്. അത് ഗ്രീനിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ടായിരിക്കും വരുന്നത്? 24,811 സപ്പോർട്ടാണ്. അതും ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് വരുന്നത് 24,645-ലേക്കായിരിക്കും മാർക്കറ്റ് ഡൗൺ ആവുന്നത്. നേരെ മറിച്ച് 24,887 ബ്രേക്ക് ചെയ്ത് പോയാൽ മാർക്കറ്റ് 25,000-ലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ നമ്മൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഈ തിങ്കളാഴ്ചക്ക് ശേഷമോ കാണുന്നവർ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ വ്യൂ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഡേ ക്യാൻഡിലും നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് ഒരു RSI ഓൾറെഡി ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. ബട്ട് 24,197 ബ്രേക്ക് ചെയ്യാതെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ മാർക്കറ്റ് 23,324-ലേക്ക് വരില്ല. അപ്പോൾ എന്താണ് ഞാനത് പറയാൻ, അല്ലെങ്കിൽ ഈ ചാർട്ട് വെച്ചിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ RSI പലരും യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് RSI. അപ്പോൾ RSI മാത്രം നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് മെജോറിറ്റി ലോസൊക്കെ വരാറുണ്ട്. കാരണം RSI താഴത്തോട്ടിരിക്കുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ടാണ് അല്ലെങ്കിൽ പ്രൈസ് മുകളിലോട്ട് പോകുന്നതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ കൂട്ടത്തിലുള്ള സ്റ്റുഡൻസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ എടുക്കുമ്പോൾ നമ്മൾ മെജോറിറ്റി ഒരു സപ്പോർട്ട് ലൈൻ മാർക്ക് ചെയ്യണം. RSI അനുകൂലമാണ്, പക്ഷേ ഇവിടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കവിടെ സിംഗിൾ കൺഫർമേഷനേ കിട്ടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ SMA-യിലാണ് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിരിക്കണേ. അപ്പോൾ SMA-നെ ബ്രേക്ക് ചെയ്യണം, സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം, RSIയും കൂടെ അനുകൂലമാകുമ്പോൾ ഒന്നിൽ കൂടുതൽ സിഗ്നൽസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മളതൊരു കൺഫർമേഷൻ മൂവ്മെൻ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലാണ്ട് RSI മാത്രം നോക്കി ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രൈസ് ആക്ഷൻ മാത്രം നോക്കി ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രൈസ് ആക്ഷൻ നോക്കുമ്പോഴത്തേക്കും പ്രൈസ് ആക്ഷനിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവണം. ആ റിവേഴ്സ് ആവണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഞാനിത് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ 1 ഡേയുടെ ക്യാൻഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത്? 24,147 നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത്. ഈ 4 മണിക്കൂറിൻ്റെത് ഞാൻ നേരെ എന്ത് ചെയ്തേ, ഒരു ഡെയിലി എന്നുള്ളത് ഞാനൊരു 4 മണിക്കൂറിലേക്ക് മാറ്റി. ഓക്കെ, ലോഡാവാനായിട്ട് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, 4 മണിക്കൂറിലേക്ക് ഷിഫ്റ്റായി. നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ 24,146 ആ ലൈൻ ബ്രേക്ക് ചെയ്യണം. ഇപ്പോൾ RSI 4 മണിക്കൂറിൻ്റെ ഓൾറെഡി ഡൗണിലേക്കാണ് നിൽക്കുന്നത്. മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു. ഇവിടെ ഒരു ക്രോസ് ഓവറായി. ആ 4 മണിക്കൂറിൻ്റെ ക്യാൻഡിൽ തിരിച്ച് മുകളിലോട്ട് പോയി. മനസ്സിലായോ? ഞാനിത് പറയുന്നത് അബദ്ധം പറ്റുന്ന ആൾക്കാർക്ക്, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോക്കുന്ന ആൾക്കാർക്ക്. ഇനിയിപ്പോൾ 4 മണിക്കൂർ എന്നുള്ളത് ഞാൻ ഒന്നും കൂടെ ചെറുതാക്കി 2 മണിക്കൂറിലേക്കാക്കി. ഓക്കെ, എന്നിട്ട് ഞാൻ വ്യൂ പറയാം. കാരണം ഇതൊരു സ്റ്റഡി പർപ്പസാണ്, ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്താണ്, മാർക്കറ്റ് ഒരു ക്രോസ് ഓവർ ഇവിടെ ആയിട്ടുണ്ട്, പക്ഷേ ഗ്രീനിലേക്ക് RSI കയറിയിട്ടില്ല. ഒരു 2 മണിക്കൂറിൽ ഗ്രീനിലേക്ക് കയറാൻ പോകുന്നേ ഉള്ളൂ.
ഇപ്പോൾ ഗ്രീനിലേക്ക് അടുത്ത ദിവസം ഇപ്പോഴാണ് ഗ്രീനിലേക്ക് കയറിയത്. ആ RSI നേരെ മുകളിലോട്ട് പോയിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കൺഫർമേഷൻസ് നമ്മൾ എടുക്കണം. അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു RSI താഴത്തോട്ടാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും മാർക്കറ്റ് താഴത്തോട്ട് പോവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്കൊരു നല്ല ട്രേഡറായിട്ട് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ഇപ്പോൾ എന്താണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ എല്ലാ രീതിയിലുള്ള മേഖലകളും നമ്മൾ നോക്കണം. അല്ലാതെ ഒരു കണ്ട് അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു എന്ന് പറയുന്നതിലല്ല അർത്ഥമുള്ളത്. അത് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അവിടുത്തെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മാർക്കറ്റ് എവിടെ താഴ്ത്തു പോയാലും മുകളിലോട്ട് തിരിച്ചു വരേണ്ടതുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച തൊട്ട് നമ്മൾ പറയുന്നുണ്ട്. 5 ദിവസത്തിനുള്ളിൽ തിരിച്ച് ഹയർ ലെവലിലേക്ക് പോകണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് ടെക്നിക്കലി പഠിച്ചതും അതിനേക്കാൾ ഉപരി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തും മാത്രം മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് മെജോറിറ്റി പറയാനുള്ളത്. ഇനിയിപ്പോൾ ഈ 50 മിനിറ്റ്സിൽ ഇത് ഡൗണിലേക്ക് കയറുകയാണെങ്കിൽ, അതായത് ഗ്രീൻ ലൈൻ അകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കായിരിക്കും. അത് 50 മിനിറ്റ്സ് വെച്ചിട്ട് നമ്മളിനി നോർമൽ പറയുന്ന വ്യൂ ആണ് പറയാൻ പോകുന്നത്. 24,811 താഴത്തോട്ട് വന്നാൽ 24,645 കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. 24,887 ബ്രേക്ക് ചെയ്താൽ 25,000 മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് തിങ്കളാഴ്ചത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വ്യൂ. അപ്പോൾ അത് തന്നെ നമുക്ക് ഇൻഡെക്സിൽ ഫ്യൂച്ചറിൽ നമുക്കൊന്ന് നോക്കാം. ഫ്യൂച്ചറിൽ 50 മിനിറ്റ്സിൽ RSI ഓൾറെഡി ഡൗൺ സൈഡിലേക്ക് കയറിയിട്ടുണ്ട്. 50 മിനിറ്റ്സിൽ ഫ്യൂച്ചറിൽ ഡൗൺ സൈഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി വ്യത്യാസമുണ്ട്. ഇൻഡെക്സും ഫ്യൂച്ചറും തമ്മിൽ ചെറിയ വാല്യൂ വ്യത്യാസമുണ്ട്, പ്രൈസിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ രണ്ടും നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 24,862 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ തിങ്കളാഴ്ച മെജോറിറ്റി ഈ ഒരു ഭാഗത്ത് കുറേ നേരം, ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ വളരെ കുറേ നേരം കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് നോട്ടമിട്ട് വെച്ചിരിക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയ എന്ന് വെച്ചാൽ 24,660 മാർക്കറ്റ് സപ്പോർട്ടായിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് 24,772 കൺസോൾട്ടേഷൻ സോണൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കൺസോൾട്ടേഷൻ ആണോ, അവിടെ നിന്ന് റിവേഴ്സ് ആവോ, എന്താണെന്നുള്ള കണ്ടീഷനൊക്കെ നമുക്ക് RSIയും ബാക്കിയുള്ള ഇൻഡിക്കേറ്ററിൻ്റെ സഹായത്തോടെ തിങ്കളാഴ്ച ഏത് രീതിയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 24,862 ബ്രേക്ക് ചെയ്താൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് 24,660 അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് എന്തായാലും ഒരു സ്ഥലം നമുക്ക് വേണമല്ലോ. 24,968 ബ്രേക്ക് ചെയ്താലാണ് നമ്മൾ 25,000 പ്രതീക്ഷിക്കുന്നുള്ളൂ. 25,000 എന്ന് പറയുമ്പോൾ ഏകദേശം 25,000 പോരട്ടെ. 24,968 ആയില്ലേ ഇത്, നമുക്കത് വേണ്ട. എൻ്റെ മനസ്സിൽ ആദ്യം ഉടക്കിയത് 25,100. ഇൻഡെക്സിൻ്റെ ഫ്യൂച്ചറിൻ്റെയും വാല്യൂ വ്യത്യാസമുണ്ട്. അപ്പോൾ 25,100 മാർക്കറ്റിൻ്റെ മൂവ് വരാനായിട്ടുള്ള പോസിബിലിറ്റി. ഓക്കെ, സെറ്റിങ്സിലൊരു വ്യത്യാസം വരുത്തിയതാണ്. അപ്പോൾ മാർക്കറ്റ് 25,000 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കേഴ്സ് ഉള്ളതാണ്. അപ്പോൾ 25,000 നമ്മുടെ ആദ്യത്തെ പ്രാധാന്യം. അതുക്കും മേലെ പോയാൽ 25,100 മാർക്കറ്റ് മൂവ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത്. നമ്മൾ വരച്ച ആ ഒരു ലൈനിൽ റെഡ് ലൈൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനത് വരക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വരച്ചതും അതിനുശേഷം കമ്പനിയുടെ ആ ഒരു ഡാറ്റ വന്നേക്കുന്നത് ഏകദേശം ഒരേ റേറ്റിലാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ നിങ്ങൾ പലരും കണ്ടു കാണും. നമ്മൾ വരച്ച ആ വരയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൈൻസ് വരുന്നുണ്ട്. അത് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലൊരു സ്കില്ല് ഡെവലപ്പായി വരുന്നത് കൊണ്ടുള്ള അതിൻ്റെ സൂചനയാണ്. കാരണം മുമ്പ് നമുക്കങ്ങനെ തോന്നലെടുത്തൊക്കെ വരക്കുമായിരിക്കുന്നു. ഇപ്പോൾ മെജോറിറ്റി നമ്മൾ വരക്കുന്ന ലെവലും അവിടെ പിന്നീട് ഫോം ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ, അതായത് ഈ ഒരു ചാർട്ടിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ലൈന് വരുന്നതും ഏതാണ്ട് ഈക്വലാണ്. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മൾ ഡെവലപ്പായി എന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പായി നമുക്ക് കൂടുതൽ കൺഫേം ആയിട്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എൻട്രീസ് എക്സിറ്റ് പ്ലാൻ ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ്. അതേതായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആ സന്തോഷം എനിക്ക് മാത്രമല്ല കൂടെ ഉള്ളവർക്കും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ
എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഫ്യൂച്ചറിൻ്റെ വ്യൂസ് പറയുന്നത്. നമുക്കിനി സ്ട്രൈക്ക് നോക്കണതിന് മുമ്പ് നമുക്ക് വീക്കിലിയും ഡെയിലിയും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡെയിലിയിൽ RSI താഴത്തോട്ടാണെന്ന് വെച്ചിട്ട് ഇവിടെ ഒരു മടക്ക് വരുന്നുണ്ട്. നമ്മൾ 24,197 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും വൺ ഡേയിൽ ഡൗൺ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. RSI ഡൗൺ ആണെന്ന് വെച്ചിട്ട് കണ്ണും പൂട്ടി അല്ല എടുക്കേണ്ട, അവിടുത്തെ ഒരു ഏരിയ കൂടെ ബ്രേക്ക് ചെയ്യണം. തടസ്സങ്ങൾ മാറിയാൽ മാത്രമാണ് ഒഴുക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും RSI വൺ ഡേയിൽ മേളിലോട്ട് പോയത്? അതായത് വൺ ഡേ താഴത്തോട്ട് വരാതെ കറക്ഷൻ വന്നിട്ട് എന്തുകൊണ്ടാണ് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയെന്നുള്ളത് അതിന് സിമ്പിളായിട്ടുള്ളൊരു ഉത്തരവുള്ളൂ. വീക്കിലി ക്യാൻഡിൽ സ്റ്റിൽ അപ്പർ സൈഡ് ആണെന്ന് നമ്മൾ 1-2 ആഴ്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് RSI വീക്കിലി മുകളിലോട്ട് പോവാണ്. ഇത് ക്രോസ് ഓവർ ആവുന്നൊരു സൂചന തരാതെ നമുക്കൊരു കാരണവശാലും ഡൗണിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുവരെ മാർക്കറ്റ് അപ്പാണ്. അപ്പോൾ എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മളെ സംബന്ധിച്ച് ലോങ് ടൈം ഹോൾഡ് അല്ല, അന്നുള്ള ട്രേഡ് എടുത്തിട്ട് അത്യാവശ്യം 1-2 മണിക്കൂർ കൊണ്ട് പ്രോഫിറ്റ് എടുത്ത് മാറുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഒരു അനലൈസ്, അതായത് നമ്മൾ സിയിലാണോ ഈ ആഴ്ച കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്, പിയിലാണോ കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലൊരു വ്യൂ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി എന്താ ചെയ്യാനുള്ളത്, നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാനുണ്ട്. നമ്മൾ മാർക്കറ്റിൻ്റെ ഓപ്പൺ അനുസരിച്ചിട്ട് സ്ട്രൈക്കിൽ വ്യത്യാസം വരും. എന്നാലും നമ്മളിപ്പോൾ നിലവിൽ ഞാനിപ്പോൾ 3 സ്ട്രൈക്ക് പറയുന്നുണ്ട്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക്. ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഈ പറഞ്ഞ പോലെ 24,800 സ്ട്രൈക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അതനുസരിച്ചിട്ട് സ്ട്രൈക്ക് മാറണം. അപ്പോൾ അങ്ങനെ മാറി സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ 3 മാറി പറയുന്നത് കേട്ടോ. അപ്പോൾ 24,800 177 നിൽക്കണേ. ഇപ്പോൾ സിയിൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യാൻ പോകുന്ന സ്ട്രൈക്ക് 24,600, 24,700, 24,800, 22,500. പിയിലാണെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് 25,000, 24,900, 24,800, 24,500. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത്. ഓൾറെഡി 17 മിനിറ്റ് ആയി. 5 മിനിറ്റിൻ്റെ വീഡിയോ തികച്ചാരും കാണുന്നില്ല, അപ്പോഴാണ് 20 മിനിറ്റ്. ട്രേഡിങ്ങിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ കാണുന്നുണ്ടാവാം. പിന്നെ ഞാനിത്ര ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് എൻ്റെ സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് വീക്കെൻഡ് പറയുന്നത്. അപ്പോൾ എനിവേ എല്ലാവർക്കും എല്ലാവരോടും വളരെയധികം നന്ദി അറിയിക്കുന്നു. ഈ ഒരാഴ്ച നമുക്ക് വളരെ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ആഴ്ച 100 പോയിൻറ്റിൻ്റെ മേലെയുള്ള ഡ്രൈവ് ഈ മാസം ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഓഗസ്റ്റ് മാസം സ്റ്റാർട്ട് ചെയ്യുന്ന ലൈവ് ട്രേഡിംഗ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഒരിക്കലും കോളും ടിപ്പും പ്രതീക്ഷിച്ചുകൊണ്ട് ആരും വരേണ്ടതില്ല. അവിടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് ഒരു ബാക്ക് സപ്പോർട്ട്, ഒരു സഹായി എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഗ്രൂപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് പകരം ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളത് മനസ്സിലാക്കി എൻട്രി എക്സിറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലും നമുക്കത് ഡിസ്കസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. മെൻറ്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു ടീം ട്രേഡിംഗ് റൂമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വളരെ വലുതാണ്. മെൻ്റലി നമ്മൾ ഓക്കെ ആവാം, ടെൻഷൻ കുറക്കാം, അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. അടുത്തൊരാഴ്ച എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ, ലോസ് കുറക്കാനായിട്ട് സാധിക്കട്ടെ. സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് യൂസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റിൽ ഇറങ്ങുക, ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.